നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീവ്രമായി കൊണ്ടിരുന്നതിനിടെ പാകിസ്ഥാനിൽ ഇടയ്ക്കിടെയുണ്ടായ ഭൂചലനങ്ങൾ ആണവ പരീക്ഷണത്തിന്റെ അനന്തരഫലമാണോ എന്ന സംശയങ്ങൾ ലോകവ്യാപകമായി ഉയർന്നിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ അണുപ്രസരണം ഉണ്ടായെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു. പാകിസ്ഥാനിലെ സർഗോത്ത വ്യോമത്താവളത്തിനടുത്തുള്ള കിരാണ മലനിരകളിലുള്ള ആണവ മിസൈൽ കേന്ദ്രങ്ങളിൽ ആണവ ചോർച്ചയുണ്ടായെന്ന റിപ്പോർട്ടുകളാണ് വിദേശ മാധ്യമങ്ങളിൽ വന്നത്. ആണവ പോർമുനകളുടെ കൈകാര്യത്തിനിടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ ഫലമായോ ആവാം ഇത്തരത്തിൽ ആണവ ചോർച്ച ഉണ്ടായതെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇത്തരം റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണ്, ഒരു ആണവായുധ കേന്ദ്രത്തിൽ സൂപ്പർസോണിക് മിസൈൽ പതിച്ചാൽ അത്തരം സംഭരണ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുമോ എന്നത്. ആണവായുധങ്ങൾ എന്നത് അതീവ സുരക്ഷിതമായ ഭൂഗർഭ ബങ്കറുകളിലോ SWSA അഥവാ പ്രത്യേക ആയുധ സംഭരണ മേഖലകളിലോ ആകും സൂക്ഷിക്കപ്പെടുക. അവ സൂക്ഷിക്കുന്ന അറകൾ ഒന്നിലധികം സുരക്ഷാ പാളികളോടെയാകും നിർമ്മിക്കപ്പെടുക. സ്ഫോടനങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി അത്തരം അറകളുടെ വാതായനങ്ങൾക്കുണ്ടാകും. 4-5 മീറ്റർ കനമുള്ള മതിലുകൾ കെട്ടി അതിനുള്ളിലാകും ആണവായുധങ്ങൾ സംഭരിക്കുക. പ്രത്യേകം നിർമ്മിച്ചതും ബലപ്പെടുത്തിയതുമായ സ്റ്റീൽ നിർമ്മിത അറകൾക്കുള്ളിലാണ് ആണവായുധങ്ങൾ സംഭരിക്കുക. ഈ വിധത്തിൽ ആണവായുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് ഒട്ടനേകം സുപ്രധാന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടാകും. ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി പ്രവഹിക്കുന്ന മുള്ളുകമ്പി, റേസർ വയറുകൾ, സുരക്ഷാ വളയങ്ങൾ തുടങ്ങിയ കവചിത സംവിധാനങ്ങൾ ഇത്തരം സംഭരണ കേന്ദ്രങ്ങളിൽ നിർബന്ധമാണ്. സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെൻസറുകൾ, നൂതന നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയും ഇത്തരം കേന്ദ്രങ്ങളിൽ സുസജ്ജമായിരിക്കും. ആണവായുധ സംഭരണ കേന്ദ്രങ്ങളിൽ എപ്പോഴും തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കേണ്ടതായുണ്ട്. ഇലക്ട്രോണിക്സ് ആക്സസ് സംവിധാനങ്ങൾ വഴി ഇത്തരം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. ആഗോള പ്രതിരോധ വിദഗ്ധരുടെയും മാധ്യമങ്ങളുടെയും വിശകലന പ്രകാരം പാകിസ്ഥാൻ 4 പ്രധാന ഇടങ്ങളിലാണ് തങ്ങളുടെ ആണവായുധങ്ങൾ സംഭരിച്ചിരിക്കുന്നത്. അതിലൊന്ന് കറാച്ചിക്കടുത്തുള്ള മസ്രൂർ വ്യോമത്താവളമാണ്. മിറാഷ് 3, 5 സ്ക്വാഡ്രണുകളുടെ കേന്ദ്രമായ ഈ വ്യോമത്താവളത്തിനടുത്ത് ആണവായുധ ശേഖരമുള്ള ഭൂഗർഭ അറയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനിലെ മറ്റൊരു ആണവായുധ കേന്ദ്രമാണ് സർഗോത്ത ഗാരിസൺ. പാകിസ്ഥാന്റെ മിസൈലുകളും ആയുധങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സുപ്രധാന ഇടമാണിതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പേലോഡുകൾ എത്തിക്കാനാകുന്ന F-16 വിമാനങ്ങൾക്ക് ഈ കേന്ദ്രത്തിലേക്ക് എത്താൻ സാധിക്കും. പാകിസ്ഥാന്റെ 3ാമത്തെ ആണവായുധ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് താരതമ്യേന പുതിയ വ്യോമത്താവളമായ ഭോലാരി അഥവാ സിന്ധ് വ്യോമത്താവളത്തിനടുത്താണെന്നാണ് സൂചന. അസാധാരണമാംവിധം ഉയർന്ന സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള വ്യോമത്താവളമാണിത്. ഇതുകൂടാതെ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ തങ്ങളുടെ മിസൈലുകളും ആണവായുധങ്ങളും സൂക്ഷിക്കാനായി ഭൂഗർഭ അറകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇത്തരത്തിൽ മറ്റ് ആണവായുധ രാജ്യങ്ങളെ പോലെ തന്നെ രാജ്യത്തെ ഒന്നിലധികം സ്ഥലങ്ങളിലായാണ് പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആണവായുധ സംഭരണത്തിലെ ഈ തന്ത്രം സുരക്ഷയ്ക്കൊപ്പം രാജ്യത്തിനെതിരെ അപ്രതീക്ഷിത ഭീഷണികൾ ഉണ്ടായാൽ ത്വരിതഗതിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സഹായകമാവുകയും ചെയ്യും. ഇത്രയേറെ സുരക്ഷാ മുൻകരുതലുകളോടെ അതീവ രഹസ്യമായി ആഴമേറിയ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവായുധ ശേഖരങ്ങൾ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പോലുള്ള കരുത്തുറ്റ അത്യാധുനിക സംവിധാനങ്ങളെ തകർക്കപ്പെടുമോ? ആണവായുധ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ഉയർന്ന സ്ഫോടന ശേഷിയുള്ള ഒരു മിസൈൽ പതിച്ചാൽ അത് ആണവ സ്ഫോടനത്തിന് കാരണമാകില്ല. സ്ഫോടനങ്ങളെ പ്രതിരോധിക്കാൻ ഒന്നിലധികം പാളികളുള്ള അറകൾക്കുള്ളിലാണ് അവ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അതിനുള്ള പ്രധാന കാരണം. അതിനാൽ തന്നെ നേരിട്ട് മിസൈൽ പതിച്ചാൽ പോലും ആണവ വിസ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മാത്രവുമല്ല, ആണവ ബോംബുകൾ സജീവമാകുന്നതിന് ഇലക്ട്രോണിക് കമാൻഡുകളും സുരക്ഷിതമായ സ്ഫോടന കോഡുകളും നൽകേണ്ടതായുണ്ട്. എന്നാൽ ഉഗ്രശേഷിയുള്ള സ്ഫോടനമുണ്ടായാൽ ആണവായുധങ്ങളുടെ ഘടന നശിക്കാനും റേഡിയോ ആക്റ്റീവ് ചോർച്ചയുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഭൂഗർഭ അറകളിലേക്ക് തുളച്ചു കയറുന്ന ഉഗ്ര സ്ഫോടന ശേഷിയുള്ള പെനട്രേഷൻ ബങ്കർ ബസ്റ്റർ അല്ലെങ്കിൽ തെർമോബാറിക് ആയുധം ഉപയോഗിച്ച് ആണവായുധ കേന്ദ്രങ്ങൾ തകർത്താൽ അത് ആണവ മലിനീകരണത്തിന് കാരണമാകും. അതേസമയം അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഒരു ആണവ സ്ഫോടനം സംഭവിക്കില്ല.
മിസൈൽ ആക്രമണങ്ങളിൽ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സംരക്ഷണ കവചം തകർത്ത് അതിലെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ പുറത്തുവന്നാൽ അതിന്റെ ആഘാതം ഒരു ഡേർട്ടി ബോംബിന് സമാനമായിരിക്കും. റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പരമ്പരാഗത സ്ഫോടക വസ്തുക്കളുമായി സംയോജിപ്പിച്ച് നിർമ്മിക്കുന്ന ആയുധമാണ് ഡേർട്ടി ബോംബ്. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ പുറത്തുവന്നാൽ ചുറ്റുമുള്ള പ്രദേശം മലിനമാക്കപ്പെടും. ഇത് പരിസ്ഥിതി നാശത്തിനൊപ്പം മനുഷ്യരിൽ ഗുരുതരമായ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായി തീരും. ലോകത്ത് ഇതുവരെ ആണവായുധ സംഭരണവുമായി ബന്ധപ്പെട്ട 2 ശ്രദ്ധേയ അപകടങ്ങളാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അതിലൊന്ന് 1986 സോവിയറ്റ് യൂണിയനിലാണ്. സോവിയറ്റ് യൂണിയനിലെ സെവറോമോർക്സിൽ ആണവ മിസൈൽ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്നാണ് അത്തരമൊരു അപകട സാഹചര്യം ഉണ്ടായത്. ആണവ വാർഹെഡുകൾ വഹിച്ചുകൊണ്ടിരുന്ന 16 മിസൈലുകളാണ് ആ സംഭവത്തിൽ നശിച്ചത്. ആണവ സ്ഫോടനം ഉണ്ടായില്ലെങ്കിലും ആ തീപിടുത്തം ആണവ സംഭരണ കേന്ദ്രത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടാക്കുകയും റേഡിയോ ആക്റ്റീവ് ചോർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനിലെ ഈ സംഭവത്തെ കൂടാതെ 2007 യുഎസിലെ മിനോട്ട് വ്യോമസേനാ താവളത്തിൽ കൃത്യമായ അനുമതിയില്ലാതെ ഒരു B-52 ബോംബറിൽ 6 ആണവ വാർഹെഡുകൾ തെറ്റായി കയറ്റപ്പെട്ടു. തുടർന്ന് ഈ ബോംബർ 1500 കിലോമീറ്റർ പിന്നിട്ട് മറ്റൊരു വ്യോമത്താവളത്തിലേക്ക് പറന്നു. ഈ സംഭവം നടന്ന് മണിക്കൂറുകളോളം ഇത്തരമൊരു കാര്യം സംഭവിച്ചത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഭാഗ്യവശാൽ ആ സംഭവത്തിൽ പ്രത്യേകിച്ച് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായില്ല. വാർത്തയുടെ നിറം തേടി തനി നിറം.